300ഓളം പേജുകളിൽ മാത്രം ഈ കേസിൽ നടൻ ദിലീപിന്റെ ഇൻവോൾവ്മെന്റ് എന്താണ്, പക്ഷെ എന്തുകൊണ്ടാണ് അതിൽ തെളിവുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ദിലീപിനെ വെറുതെ വിട്ടത് എന്ന് വ്യക്തമാക്കുന്ന ഏതാണ്ട് 300ഓളം പേജുകളുണ്ട്. അതിൽ 1112 പേജിലാണ് ഈ അറസ്റ്റ്, ദിലീപിന്റെ അറസ്റ്റ്, പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുള്ളത്. അതിൽ എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് അന്ന് ഒരു മാസ്റ്റർ കോൺസ്പിറേറ്ററാണ്, ഒരു മുഖ്യ ആസൂത്രകനാണ് ഈ ക്രൈമിന്റെ, ഈ കുറ്റകൃത്യത്തിന്റെ എന്ന് കണ്ടത്, അത് കാണാനുള്ള സാഹചര്യം, പക്ഷേ അത് തെളിയിക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല, ഈ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്നുണ്ട്. അതിൽ 1117 പേജിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അക്കോർഡിംഗ് ടു ദം, അത് ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കോടതി സൂചിപ്പിക്കുകയാണ്. ഈവൻ അറ്റ് ദി ടൈം ഓഫ് അറസ്റ്റ് ഓഫ് അക്യൂസ് നമ്പർ 8, അതായത് ദിലീപിന്റെ അറസ്റ്റ് നടക്കുന്ന സമയത്ത് പോലും നോ എവിഡൻസ് വാസ് അവൈലബിൾ അഗൈൻസ്റ്റ് ഹിം ആൻഡ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദി അറസ്റ്റ് ഓഫ് അക്യൂസ് നമ്പർ 8 വാസ് റിസൾട്ട് ഓഫ് എ ലാർജർ കോൺസ്പിറസി എന്ന് പറയുന്നുണ്ട്. അതായത് ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്നൊരു ആരോപണം പ്രതിഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരു തെളിവുകളും ഇല്ലാതെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്തതിലേക്ക് നയിച്ചത്. അത് ഒരു ലാർജർ മറ്റൊരു വലിയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ്, ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഉണ്ടായത് ആ അറസ്റ്റ് എന്ന് കൂടി അതിൽ പ്രതിഭാഗം വാദിച്ചതായി ഈ കോടതി രേഖയിൽ പറയുന്നുണ്ട്, ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതായത് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലും അത്തരത്തിൽ തെളിവുകളില്ലാതെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നു. അത് കൃത്യമായി 1117 പേജിൽ പറയുന്നുണ്ട്. ഈവൻ അറ്റ് ദി ടൈം ഓഫ് അറസ്റ്റ് ഓഫ് അക്യൂസ് നമ്പർ 8, അതായത് ദിലീപ്, നോ എവിഡൻസ് വാസ് അവൈലബിൾ അഗൈൻസ്റ്റ് ഹിം ആൻഡ് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ദി അറസ്റ്റ് ഓഫ് അക്യൂസ് നമ്പർ 8, ദിലീപിന്റെ അറസ്റ്റ് വാസ് റിസൾട്ട് ഓഫ് എ ലാർജർ കോൺസ്പിറസി എന്നാണ് ഇതിൽ പ്രതിഭാഗം വാദിച്ചതായി ഇതിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിപിൻ സി വിജയൻ തുടരുന്നുണ്ട്. വിപിൻ, അങ്ങനെ ആ സമയത്ത് തന്നെ, അതായത് ദിലീപിന്റെ അറസ്റ്റ് നടന്ന സമയത്ത് തന്നെ ഇതിലൊരു വലിയ ഗൂഢാലോചന ദിലീപിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്ന് ആ സമയത്ത് തന്നെ ദിലീപിന്റെ അഭിഭാഷകർ ആ വാദം ഉന്നയിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ടല്ലോ. ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ല എന്നുള്ളത് ഇതിൽ എടുത്തു പറയുന്നു. ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ല എന്നുള്ളതാണ് ദിലീപുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേജുകളിൽ പറയുന്നത്. ദിലീപിനെതിരെ ചുമത്തിയ വകുപ്പുകൾ അവ നിലനിൽക്കുന്നതല്ല, അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല, അന്വേഷണ സംഘത്തിന് ചില തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ജഡ്ജിക്കെതിരെ ഇരുപക്ഷവും ഇത്തരത്തിലുള്ള വലിയ പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ അത് എല്ലാം തള്ളിക്കളയുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വിധി പ്രസ്താവനത്തിന് ശേഷം, അതായത് കുറ്റക്കാരനല്ല എന്നുള്ളത് കോടതി പറഞ്ഞതിന് ശേഷം പുറത്തേക്കിറങ്ങി ദിലീപ് ആദ്യം പറഞ്ഞത് അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിനെതിരെയായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു കോടതിയിലും ആവർത്തിച്ചിട്ടുണ്ട്. ബി സന്ധ്യ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് കോടതിയിലും ദിലീപ് ആവർത്തിച്ചിട്ടുണ്ട്. ആ വരികൾ വിധിന്യായത്തിൽ പറയുന്നുമുണ്ട്. ഒപ്പം തന്നെ ശ്രീകുമാർ മേനോനുമായി ബന്ധപ്പെട്ട് തനിക്ക് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു, ഇത് അന്നത്തെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ ഓരോ ആളുകളെ കുറിച്ചും ഇതിൽ കൃത്യമായിട്ടുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിലെ 8ാം പ്രതി ദിലീപിനെതിരെ നടന്ന ഒരു വലിയ ഗൂഢാലോചന, അതായത് ഒരു ലാർജർ കോൺസ്പിറസി എന്ന വാക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ ദിലീപിന്റെ അറസ്റ്റ് നടന്നതിന് പിന്നാലെ അത്തരം ഒരു വാദം പ്രതിഭാഗം അല്ലെങ്കിൽ ദിലീപിന്റെ അഭിഭാഷകർ ഉന്നയിച്ചിരുന്നു. ആ കോൺസ്പിറസിക്ക് പിന്നിൽ, ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥയായ IDGP ബി സന്ധ്യ IPS ഉണ്ടായിരുന്നു എന്നാണ്, അവരാണ് അതിന് നേതൃത്വം നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അത് ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ഇൻവോൾവിംഗ് PW 261 ആൻഡ് ADGP ബി സന്ധ്യ IPS എന്നുകൂടി ഈ വിധി പകർപ്പിൽ നിന്ന് വായിക്കാൻ കഴിയുന്നുണ്ട്. അതായത് അറസ്റ്റിന് പിന്നാലെ തന്നെ അത്തരത്തിൽ തനിക്കെതിരെ ഈ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്ന് ദിലീപിന്റെ അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞിരുന്നു എന്ന കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.